Hi students, നമ്മൾ ചാപ്റ്റർ 4 ഡിറ്റർമിനൻ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 6 ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. 6 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട റിസൾട്ടുകളൊക്കെ പഠിച്ചു. ഞാൻ പ്രധാനപ്പെട്ട റിസൾട്ടുകളാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കുറേ റിസൾട്ടുകൾ അത് പ്രൂഫ് സഹിതം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രോബ്ലംസിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പ്രോബ്ലം, ഇഫ് എ is equal to matrix 2 3 1 minus 4 and b is equal to 1 minus 2 minus 1 3, then verify that ab whole inverse is equal to b inverse into a inverse. ഓക്കെ, ഇതേ രീതിയിലുള്ള ഒരു റിസൾട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എ ബി ഹോൾ ട്രാൻസ്പോസ് ആണെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന്. അതിന് പകരം ഇവിടെ ഇൻവേഴ്സാണ് വന്നത്. ഇൻവേഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ വെരിഫൈ ചെയ്യാം? ട്രാൻസ്പോസ് വരുമ്പോൾ ട്രാൻസ്പോസിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻവേഴ്സ് വരുമ്പോൾ ഇൻവേഴ്സിൻ്റെ റിസൾട്ട് വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം അത് ചെയ്യുന്നത്. നോക്കാം, എ ബി ആദ്യം കണ്ടുപിടിക്കുക. അതിന് ഈ എ ഇൻറ്റു ബി എന്നുള്ള റിസൾട്ട് ആദ്യം കാണാം. എ ഇൻറ്റു ബിയുടെ റിസൾട്ട് കാണുക എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് 2 മൈനസ് 3 എങ്ങനെ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2, 3 ഇൻറ്റു മൈനസ് 1 3, 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4, 3 ഇൻറ്റു 3 9 വരും. 1 ഇൻറ്റു 1 1, മൈനസ് 4 ഇൻറ്റു മൈനസ് 1 പ്ലസ് 4, 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 മൈനസ് 12 എന്ന് വരും എ ബി. ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക 2 മൈനസ് 3 മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് 5, മൈനസ് 4 പ്ലസ് 9 5 എന്ന് വരും. 1 പ്ലസ് 4 5 എന്ന് വരും. മൈനസ് 2 മൈനസ് 12 40 മൈനസ് 40 എന്ന് വരും. അപ്പം ഇതാണ് എ ഇൻറ്റു ബി. ഇതിൻ്റെ ഇൻവേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻവേഴ്സ് കാണാമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എ ബി ഹോൾ ഇൻവേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഇതിന് വേണ്ടത്? ഡിറ്റർമിനൻ്റ് എ ബി വേണ്ടി വരും. എന്തായിരിക്കും എ ബി ഹോൾ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല? അഡ്ജോയിൻറ്റ് എ ബി ബൈ ഡിറ്റർമിനൻ്റ് എ ബി എന്നാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ബി എത്രയാണെന്ന് നോക്കണം. ഡിറ്റർമിനൻ്റ് എ ബി ഈസ് ഈക്വൽ ടു നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താലും മതി. ദാറ്റ് ഈസ് മൈനസ് 1 5 5 മൈനസ് 14, ദാറ്റ് ഈസ് 14 മൈനസ് 25 ഈസ് ഈക്വൽ ടു മൈനസ് 11 എന്ന് വരും. ദെൻ അഡ്ജോയിൻറ്റ് എ ബി എഴുതണം. ഇത് 2/2 മെട്രിക്സ് ആണ്. അഡ്ജോയിൻറ്റ് എ ബി നിങ്ങൾക്കറിയാം, ഇൻ്റർചേഞ്ച് ഡയഗണൽ എലമെൻറ്റ്സ് ആൻഡ് ചേഞ്ച് സൈൻ ഓഫ് ഡയഗണൽ. ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് 1 ഇതാണ് എ ബി എന്നുള്ള മെട്രിക്സ് ഇതായിരുന്നു. ഈ മെട്രിക്സിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ മൈനസ് 14 ഇങ്ങോട്ട് പോകും, മൈനസ് 1 ഇങ്ങോട്ട് വരും. അപ്പോൾ മൈനസ് 14 മൈനസ് 1 എന്ന് പറയും. നമ്മൾ എ ബി എന്നുള്ള മെട്രിക്സ് ഇത് ഡിറ്റർമിനൻ്റ് ആണെങ്കിലും മെട്രിക്സ് ഈ രൂപത്തിലായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് 14 ഇങ്ങോട്ട് ഇടുന്നു, മൈനസ് 1 ഇങ്ങോട്ട് എഴുതുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. പ്ലസ് 5ൻ്റെ ചിഹ്നം മൈനസ് 5 ആവുന്നു, പ്ലസ് 5ൻ്റെ ചിഹ്നം മൈനസ് 5 ആവുന്നു. ഇതാണ് അഡ്ജോയിൻറ്റ് എ ബി. ഇനി എ ബി ഹോൾ ഇൻവേഴ്സ് എത്രയായിരിക്കും? അപ്പം എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബി ബൈ ഡിറ്റർമിനൻ്റ് എ ബി. എന്താണ് അഡ്ജോയിൻറ്റ് എ ബി ബൈ ഡിറ്റർമിനൻ്റ് എ ബി എന്ന് പറഞ്ഞാൽ എഴുതുക. അഡ്ജോയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുക, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ഇതാണ് എ ബി ഹോൾ ഇൻവേഴ്സ്. ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കേണ്ടത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നാണ്. അപ്പം ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കാണണമെങ്കിൽ എ ഇൻവേഴ്സും കാണുക, ബി ഇൻവേഴ്സും കാണുക. എന്നിട്ട് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നോക്കുക. എ ഇൻവേഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്ന് എടുക്കണം. ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മൈനസ് 4 എന്താ നോക്കുക. ഡിറ്റർമിനൻ്റ് എ സീക്വൽ എന്താ നമ്മൾ കണ്ടുപിടിക്കുക? 2 ഇൻറ്റു മൈനസ് 4 മൈനസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 8 മൈനസ് 3 സീക്വൽ ടു മൈനസ് 11. ഇനി അഡ്ജോയിൻറ്റ് എ കാണണം. അഡ്ജോയിൻറ്റ് എ സീക്വൽ ടു എന്താ വരിക? 2യും മൈനസ് 4ഉം കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു, മൈനസ് 4 2 എന്ന് ചെയ്തു. ഇതിൻ്റെ ചിഹ്നം മാറ്റണം. പ്ലസ് 3 മൈനസ് 3 ആക്കണം, 1 മൈനസ് 1 ആക്കണം. ഇനി എ ഇൻവേഴ്സ് എന്ത് വരും? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് 4 മൈനസ് 3 മൈനസ് 1 2 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് എന്ന് പറയും. ഇതുപോലെ ബി ഇൻവേഴ്സും കാണണം. ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള മെട്രിക്സ് ഇതായിരുന്നു. 1 മൈനസ് 3 മൈനസ് 1 3 1 മൈനസ് 2 മൈനസ് 1 3 എന്നാണ്. അപ്പം അതിൻ്റെ ഇൻവേഴ്സ് കാണാമെന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബി ബൈ ഡിറ്റർമിനൻ്റ് ബി എന്നാണ്. ഇങ്ങനെ അഡ്ജോയിൻറ്റ് എ ബി എഴുതുക. 3യും 1ഉം കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുക. 3 ഇങ്ങോട്ട് പോക്കുക, 1 ഇങ്ങോട്ട് എഴുതുക. ഇത് പ്ലസ് 2 പ്ലസ് 1 ആക്കുക. അതായത് ഇങ്ങനെ കിട്ടും. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് 1 മൈനസ് 2 മൈനസ് 1 3. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 2 1 1 എന്ന്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതുമ്പോൾ 3 മൈനസ് 2 എന്ന് വരും. 3 മൈനസ് 2.
that is equal to 3211 divided by 1i. That is the matrix B inverse. അപ്പോൾ B കിട്ടി, B inverse കിട്ടി, A inverse കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? B inverse into A inverse. B inverse into A inverse എന്ന് പറഞ്ഞാൽ B inverse ഇതാണ്, A inverse ഇതാണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിലെ മെട്രിക്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ 32 - 4 - 1 ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. 32 - 3 2 ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ റോ കോളം വൈസിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്? -12 - 2 -9 + 4 -4 - 1 -3 + 2 എന്ന് വരും. ദിസ് ഈസ് ദ മാട്രിക്സ് ഡിവൈഡഡ് ബൈ -1. ഡിറ്റർമിനൻറ്റ് എന്താണ്? ഹോൾ ഡിവൈഡ് ബൈ -1 എന്നുള്ള റിസൾട്ട് ഇവിടെ ഉണ്ട്, അവിടെ -1 എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു -14 - 5 - 5 - 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ -11. ഇത് തന്നെയായിരുന്നു നമുക്ക് എ ബി ഹോൾ ഇൻവേഴ്സിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയത്. എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയപ്പോൾ B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ഈ റിസൾട്ടിനെ വെരിഫൈ ചെയ്യുക. ഒരിക്കൽ കൂടി മനസ്സിലാക്കണം എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. ആദ്യം എ ബി കണ്ടുപിടിച്ചു, അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിൻ്റ് എ ബി കാണു, ഡിറ്റർമിനൻ്റ് എ ബി കണ്ടു. ദെൻ എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ബി ബൈ ഡിറ്റർമിനൻ്റ് എ ബി എന്ന് എഴുതി. ഇനി B ഇൻവേഴ്സിൻ്റെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ A ഇൻവേഴ്സ് വേറെയും B ഇൻവേഴ്സ് വേറെയും കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടും ഈക്വലാണെന്ന് തെളിയിക്കുക. ഈ രീതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ പ്രോബ്ലമായി. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കുക. ഷോ ദാറ്റ് ദ മെട്രിക്സ് A is equal to 2 3 1 2 satisfies the equation A square minus 4A plus I is equal to 0. I എന്നുള്ളത് 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, 0 എന്നുള്ളത് 2/2 0 മെട്രിക്സ് ആണ്. യൂസിങ് ദിസ് ഇക്വേഷൻ ഫൈൻഡ് A ഇൻവേഴ്സ് എന്നാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ അഡ്ജോയിൻ്റ് A ബൈ ഡിറ്റർമിനൻ്റ് A ഉപയോഗിച്ചാൽ പോരാ, ഈ റിസൾട്ട് ആദ്യം പ്രൂവ് ചെയ്തതിന് ശേഷം A ഇൻവേഴ്സ് കാണണം. എങ്ങനെയാണ് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഇക്വേഷൻ ഈ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ A സ്ക്വയർ കാണണം. A സ്ക്വയർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? A ഇൻറ്റു A എന്നെടുക്കണം. A ഇൻറ്റു A സീക്വൽ ടു എന്താ വരിക? 2 3 1 2 ഇൻറ്റു 2 3 1 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 4 + 3 6 + 6 2 + 2 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 12 4 7 എന്ന് വന്നു. 7 12 4 7 എന്ന് വന്നു. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 3 + 4 + 3 ദെൻ 6 + 6 2 + 2 നോക്കണം. 1 ഇൻറ്റു 2 2 ആണ്, 2 ഇൻറ്റു 1 2 ആണ്, 1 ഇൻറ്റു 3 3 ആണ്, 2 ഇൻറ്റു 2 4 ആണ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 7 12 4 7 ആയി. ദാറ്റ് ഈസ് A സ്ക്വയർ, ഇവിടേക്ക് കൊടുക്കേണ്ട വാല്യൂ. ഇനി നമുക്ക് ആ റിസൾട്ടിലേക്കൊന്ന് പോവാം. A സ്ക്വയർ - 4A + I എന്ത് കിട്ടും നോക്കാം. A സ്ക്വയർ - 4A + I എന്ന് പറയുമ്പോൾ A സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഇവിടെ എഴുതി, ഈ 4 ഇട്ട് A എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഇങ്ങോട്ട് എടുത്തെഴുതി, I എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 4നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് വരും 8 12 4 12 എന്ന് വരും, 4 8 എന്ന് വരും. നോക്കാം, 7 12 4 7 -8 12 4 8 + 1 0 0 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. എങ്ങനെ കിട്ടുക? 7 - 8 - 1 + 1 0 ആയി. 12 - 12 0 ആവും. ഇവിടെ 0 തന്നെയാണ്, അപ്പോൾ 0. 4 - 4 0. 7 - 8 -1 + 1 0. അപ്പം 0 0 0 എന്നുള്ള മെട്രിക്സ് ആണ് കിട്ടുക. ഇറ്റ് ഈസ് ഈ ഇക്വേഷൻ ആ മെട്രിക്സ് ഈ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. A എന്നുള്ള മെട്രിക്സ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്താണ്? A സ്ക്വയർ - 4A + I ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. ഇനി ഈ ഐനെ മറുവശത്തേക്ക് എടുക്കുക ഈ ഇക്വേഷന്. അപ്പോൾ എന്ത് വരും? A സ്ക്വയർ - 4A + 1 പകരം +Iക്ക് പകരം -I എന്ന് എഴുതാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A ഇൻവേഴ്സ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ A ഇൻവേഴ്സ്, അതുപോലെ ഇവിടെ A ഇൻവേഴ്സ്, ഇവിടെ A ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്ക്? A സ്ക്വയർ ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ A എന്നാണ് കിട്ടുക. എങ്ങനെയാണ്? A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A ആണ്. A ഇൻറ്റു A ഇൻവേഴ്സ് എന്തായി മാറും? A ആവും. A ഇൻറ്റു A ഇൻവേഴ്സ് I ആണ്. ഇവിടെ -I ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ A ഇൻവേഴ്സ് തന്നെ കിട്ടുക. അപ്പോൾ
സംഗതി ഇങ്ങനെ ഉണ്ടാവും. എ മൈനസ് 4i ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻവേഴ്സ് എന്ന് വരും. എ സ്ക്വയർ എ ആയി മാറും. ഈ എയിൻ്റെ എ ഇൻവേഴ്സ് ഐ ആയി മാറി. ഐൻ്റെ എ ഇൻവേഴ്സ് എന്തായി മാറി? എ ഇൻവേഴ്സ് ഐ. ഈ ചിഹ്നം ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഈ സംഭവമാണ് കിട്ടേണ്ടത്, എ ഇൻവേഴ്സ്. അതിന് നാം എന്ത് ചെയ്യുക? തിരിച്ച് എഴുതുക. എന്ന് പറഞ്ഞാൽ ഈ മൈനസിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോന്നിനെയും. അപ്പോൾ എന്ത് വരും? ഇത് -1 മൈനസ് എ ആവും, ഇത് +4i ആവും, ഇതെന്തായി? +n ആയി. അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതായി. നമ്മൾ എന്ത് കണ്ട? അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിനൻ്റ് ഒന്നും കാണണ്ട, ഇതിൽ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ആദ്യം മൈനസ് ഇട്ട് ഈ എ എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഇവിടെ എടുത്ത് എഴുതി, +4 × i എന്നുള്ള മെട്രിക്സ് ഇവിടെ എഴുതി 1 0 0 1. ഇനി അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? ഈ മൈനസ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -2 -3 -1 -2. ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 0 0 4 എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? -2 + 4 ദാറ്റ് ഈസ് 2 -3 + 0 -3 -1 + 0 -1 -2 + 4 4 -2 + 4 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ്. ദെൻ എ ഇൻവേഴ്സ് കിട്ടി. ദെൻ അടുത്ത പ്രോബ്ലം ഇതേ രീതിയിൽ തന്നെ വേറൊരു മൂന്നാമത്തെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ രണ്ട് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു. ഒന്നാമത്തത് 2/2 മെട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് 2/2 മെട്രിക്സ് എന്നിട്ട് എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സിൻ്റെ എ ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇപ്പം തന്നിരിക്കുന്ന തൊട്ട് മുന്നേ ചെയ്തിരിക്കുന്ന എ സ്ക്വയർ - 4a + i ഈസ് ഈക്വൽ ടു 0 വെച്ചിട്ട് എ ഇൻവേഴ്സ് കാണുന്ന പ്രോബ്ലവും പരീക്ഷയ്ക്ക് വന്നതാണ്. അതേ ടൈപ്പുള്ള പ്രോബ്ലം വീണ്ടും ഞാൻ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ശരിക്കും മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്, ആ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. ഇനി 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് ഇവിടെ പറയുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്, അതൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ആദ്യം ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കും. ഡിറ്റർമിനൻ്റ് കിട്ടുമെങ്കിൽ ഇൻവേഴ്സ് കാണാൻ പറ്റും. സിംഗുലർ ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 0 ആയാൽ സിംഗുലർ എക്സിസ്റ്റ് ചെയ്യില്ല. കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഡിറ്റർമിനൻ്റ് നോൺ 0 ആണെങ്കിലേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. എന്നാൽ നോൺ സിംഗുലർ മെട്രിക്സിനെ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളിത് നോക്കേണ്ടത് എ എന്നുള്ളൊരു മെട്രിക്സ് ആയിട്ട് ഇതിനെ പരിഗണിച്ചു. എന്നിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കുക. ഡിറ്റർമിനൻ്റ് ഇത് ഡയഗണൽ ഇങ്ങനെയുള്ള ഒരു ലോവർ ട്രയാങ്കുലോ അപ്പർ ട്രയാങ്കുലോ ഉള്ള ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 തരത്തിലുള്ള മെട്രിക്സിന് നിങ്ങൾക്ക് ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ താഴോട്ട് മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ, മുകളിൽ മുഴുവൻ 0 ആണ്. ഇനി അപ്പർ ട്രയാങ്കുലർ ചിലപ്പോൾ മുകളിൽ മാത്രമേ എലമെൻറ്റ്സ് ഉണ്ടാവും, താഴെ മുഴുവൻ 0 ആയിരിക്കും. ചിലതിൽ എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ നോൺ 0 ആയിട്ടുണ്ടാവും. ഈ കേസിലൊക്കെ 3 കേസിലും എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് കാണാൻ ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 3 1 അതേ മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ. 1 3 1 ഈസ് ഈക്വൽ ടു 3. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ടത് ഡിറ്റർമിനൻ്റ് കിട്ടി. ഇനി ഇതിൻ്റെ അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കണം. അതിന് ഞാനൊരു പ്രത്യേക എ ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് കാണണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എയുടെ എലമെൻറ്റ്സ് ആണ് ഒരു പ്രത്യേക രീതിയിൽ എഴുതിയിട്ട് ചെയ്യുന്ന എളുപ്പം എളുപ്പം ഞാൻ പറഞ്ഞിട്ട് അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ ഈ 3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് അതായത് മിഡിൽ എലമെൻറ്റ് 3 0 1 3 എന്ന് എഴുതുന്നു. 3 0 1 3. ഇനി അടുത്ത ഏതാ എഴുതുക? തേർഡ് റോയിലുള്ള എലമെൻറ്റ്സിനെ എടുക്കുക. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 2 1 5 2 എന്നാണ് വരിക. നോക്കുക, 2 1 5 2 2 1 5 2. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് റോയിലേക്ക് പോകണം. 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. 0 0 1 0 എന്നാണ് വരിക. ഈ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും 0 എഴുതും, പിന്നെ 1 എഴുതും, പിന്നെ 0 എഴുതും. നോക്കുക, 0 0 1 0. ഇനി വീണ്ടും ഇതിന് എഴുതുക, സെക്കൻഡ് റോ എന്ന് എഴുതുക. ഇത് എഴുതിയ ഈ എലമെൻറ്റിന് തന്നെ വീണ്ടും എടുത്ത് എഴുതുക. അപ്പോൾ എന്താ വരിക? 3 0 1 3 എന്നാണ് വരിക. 3 0 1 3 3 0 1 3. ദാറ്റ് ഈസ് ആ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ്. ഇനി ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സും അഡ്ജോയിൻ്റ് മെട്രിക്സും എഴുതുന്നത്. കോഫാക്ടർ മെട്രിക്സ് ചെയ്താൽ നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും ഇത് 3 × 1 -2 × 0 എന്ന് എടുക്കുക. അപ്പോൾ 3 എന്ന് വരും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 5 -1 എന്ന് വരും. അപ്പോൾ എത്രയായിരിക്കും? -1 എന്ന് വരും. 0 -1 എന്നാണ് ഒരു -1 വരും. 2 -15 എന്നാണ്, ദറ്റ് ഈസ് -13 എന്ന് വരിക. നോക്കുക, കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എന്താ നോക്കുക?
ഫസ്റ്റ് എലമെൻറ്റ് 3 മൈനസ് 1 13. ഇതാണ് 3 മൈനസ് 0 ദാറ്റ് ഈസ് 3. 0 മൈനസ് 1 മൈനസ് 1. 1 ഇൻറ്റു 2 മൈനസ് 15 മൈനസ് 13 വന്നു. ഇനി അതുപോലെ ഈ ലൈനാണ് കിട്ടേണ്ടത്. ആ ലൈന് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? എന്താ ചെയ്യുക? 2 ഇൻറ്റു 0 മൈനസ് 0 ദാറ്റ് ഈസ് 0. 1 ഇൻറ്റു 1 മൈനസ് 0 1. 0 മൈനസ് 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് മൈനസ് 2. ഇതാണ് വരുന്നത് 0 1 മൈനസ് 2. 0 1 മൈനസ് 2 എന്നാണ്. 0 ഇത് 1 ഇത് മൈനസ് 2 എന്നുണ്ട്. ഇനി മൂന്നാമത്തെ റോ കിട്ടണം. മൂന്നാമത്തെ റോ കിട്ടണമെങ്കിൽ ഈ സെറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്താ വരിക? 0 മൈനസ് 0 0 മൈനസ് 0 നെക്സ്റ്റ് എന്താ വരിക? 0 മൈനസ് 0 3 മൈനസ് 0 എന്ന് വരും. അപ്പോൾ 3 എന്ന് വരും. ഇതാണ് കോഫാക്ടർ മെട്രിക്സ് കിട്ടുന്നത്. കോഫാക്ടർ മെട്രിക്സ് ഇങ്ങനെയാക്കിയാണ് എഴുതുന്നത്, മെട്രിക്സ് ആക്കി എഴുതുക. ഇനി ഇതിൻ്റെ അഡ്ജോയിൻ്റ് കാണാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ട്രാൻസ്പോസ് ചെയ്താൽ മതി. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കണം എങ്ങനെയൊക്കെയാണ് കിട്ടിയെന്നുള്ളത്. ആദ്യം ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. 3013 നിങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ഇവിടേക്ക് എഴുതാം. നെക്സ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. അടുത്ത ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാം. വീണ്ടും സെക്കൻഡ് റോ എടുത്ത് എഴുതാം. അത് നേരത്തെ പഠിപ്പിച്ചെന്നാണ്. അതുപ്രകാരമാണ് ഈ അറേഞ്ച്മെൻറ്റ് വരുന്നത്. പിന്നെ ഓരോന്നിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. അതിനെ മെട്രിക്സ് ആക്കി എഴുതാം. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അഡ്ജോയിൻ്റ് ചെയ്താണ്. അഡ്ജോയിൻ്റ് ചെയ്തെന്ന് മറ്റേ ട്രാൻസ്പോസ് ചെയ്താൽ മതി. ട്രാൻസ്പോസ് ചെയ്തുമ്പോൾ ഇതാണ് കിട്ടുന്നത് 3 0 0 മൈനസ് 1 1 0 മൈനസ് 30 മൈനസ് 2 3 അഡ്ജോയിൻ്റ്. ഇനി എന്താണ് ഇൻവേഴ്സ് ആക്കിയിട്ടുള്ളത്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ്. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എലമെൻറ്റ്സ് കൂട്ടി എഴുതുക. ഡിറ്റർമിനൻ്റ് നമുക്ക് നേരത്തെ കിട്ടിയ 3 എഴുതുക. ഇതോടുകൂടി എ ഇൻവേഴ്സ് കിട്ടി. ഈ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാനും സ്റ്റെപ്പ് വെച്ചിട്ട് എ ഇൻവേഴ്സ് കാണാൻ പറ്റും. ഇതാണ് എത്രാമത്തെ പ്രോബ്ലമാണ്? 1 2 3 4 മൂന്നാമത്തെ പ്രോബ്ലം അല്ലേ? ഇനി നാലാമത്തെ പ്രോബ്ലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ്. ഇതിൻ്റെ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണം. ഇതിൽ 1 0 0 0 കോസ് ആൽഫ സൈൻ ആൽഫ 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ആണ്. ഇത് നമുക്ക് ഡയഗണൽ മെട്രിക്സ് അല്ല, പക്ഷേ ഇത് ഒരു പ്രത്യേകത ഉണ്ട്. ഇനി ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്തൊക്കെ സെയിം കിട്ടുക, അതായത് സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് കിട്ടും. അതായത് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇത് തന്നെയാണ് കിട്ടുക. അപ്പം ഇതിൻ്റെ മറ്റേ ഇൻവേഴ്സിന് എന്താ പ്രത്യേകത ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പോലെ എ എന്നുള്ള മെട്രിക്സ് എടുത്ത് എഴുതുന്നു. എ ഈക്വൽ ടു 1 0 0 0 കോസ് ആൽഫ സൈൻ ആൽഫ 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ എന്ത് ചെയ്താൽ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്, ദെൻ 0 ഇൻറ്റു എനിത്തിങ് 0 മൈനസ് 0 ഇൻറ്റു എനിത്തിങ് 0. അപ്പോൾ 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമേ വരും. ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് എ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ 1 ഇൻറ്റു. ഇനി ഇതിനെ ഡിറ്റർമിനൻറ്റ് എടുക്കണം. കോസ് ആൽഫ ഇൻറ്റു മൈനസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ. അപ്പോൾ എന്താ എഴുതാൻ നോക്ക്? മൈനസ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് വരും. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കോസ് സ്ക്വയർ ആൽഫ, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ. മൈനസ് എഴുതണം. ഇതിങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 2/2 ആവും. അപ്പോൾ ഈ 1 മാത്രമേ എടുത്തുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ പോയി. ഈ 0 വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ 0 ആയിപ്പോവും. 0 ഇൻറ്റു എനിത്തിങ് ഈസ് ഈക്വൽ ടു 0 0 ഇൻറ്റു എനിത്തിങ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി നമ്മൾ 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇനി ഈ മൈനസ് പുറത്തെടുക്കുക. മൈനസ് ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 വരും. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് കാണണം. ഡിറ്റർമിനൻറ്റ് കിട്ടിയോണ്ട് ഇൻവേഴ്സ് കാണാൻ പറ്റും. ഇനി അഡ്ജോയിൻ്റ് കാണണം. അഡ്ജോയിൻ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത അതേ പണി എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കോസ് ആൽഫ സൈൻ ആൽഫ 0 കോസ് ആൽഫ എന്ന് ചെയ്താൽ ഫസ്റ്റ് റോയിൽ നോക്കുക. ഇങ്ങനെ ചെയ്താൽ കോസ് ആൽഫ സൈൻ ആൽഫ 0 കോസ് ആൽഫ എന്ന് വിട്ടിട്ടുണ്ട്. സൗകര്യത്തിന് അത് ചെയ്ത് ഉപയോഗിച്ചിട്ട് കൂടുതൽ സ്പേസ് ഇതായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അടുത്ത ഇവിടേക്ക് എഴുതുക. സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ 0 സൈൻ ആൽഫ എന്ന് എഴുതും. നമുക്ക് സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ 0 സൈൻ ആൽഫ ഇങ്ങനെ കിട്ടി. ഇനി അടുത്തത് ഫസ്റ്റ് റോയിലാണ് വരിക. ഫസ്റ്റ് റോയിൽ വരുമ്പോൾ 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. 0 0 1 0 എന്ന് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 1 0. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി തിരിച്ചിട്ട് ഇവിടെ എത്തി. ഇനി അടുത്തത് വീണ്ടും
സെക്കൻഡ് റോ തന്നെ എഴുതണം. ആ റോ ഒരിക്കൽ കൂടി എഴുതാം. ദാറ്റ് ഈസ് കോസ് ആൽഫ സൈൻ ആൽഫ 0 കോസ് ആൽഫ എന്ന് വരും. ഇനി ഇതിന് ഓരോന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്ക്. കോഫാക്ടർ ഓഫ് എ ഈക്വൽ ടു എന്താ വരിക? ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് വരും. മൈനസ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എത്രയാ? +1 എന്നാണ് വരിക. +1 എന്നാണ് വരിക. ഇനി സൈൻ 0 മൈനസ് സൈൻ ഇൻറ്റു 0 മൈനസ് കോസ് ഇൻറ്റു 0 0 എന്നാണ് വരിക. അവിടെ 0. ഇനി 0 ഇൻറ്റു സൈൻ 0 0 ഇൻറ്റു കോസ് 0 0. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ ഇൻറ്റു 0 മൈനസ് 0 ഇൻറ്റു കോസ് ദാറ്റ് ഈസ് 0 മൈനസ് കോസ് ഇൻറ്റു 1 മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് കോസ് ആൽഫ. ഇനി 0 ഇൻറ്റു 0 മൈനസ് സൈൻ ആൽഫ ഇനി ഇതാണ് 0 ഇൻറ്റു സൈൻ 0 0 ഇൻറ്റു കോസ് 0 0. മൂന്നാമത്തേൽ 0 ഇൻറ്റു 0 1 ഇൻറ്റു സൈൻ മൈനസ് സൈൻ ആൽഫ 1 ഇൻറ്റു കോസ് ആൽഫ മൈനസ് 0 ദാറ്റ് ഈസ് കോസ് ആൽഫ. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. എന്തായിരിക്കും അഡ്ജോയിൻ്റ് കിട്ടുക? ഇതിൻ്റെ നേരെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക. അതതിൻ്റെ പ്രത്യേകത. കാരണം ഇതിൽ വ്യത്യാസമല്ല, ഇത് രണ്ടും സിമെട്രിക്കാണ്. അതൊക്കെ സിമെട്രിക്കാണ്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സും അഡ്ജോയിൻറ്റും സെയിം തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഓർത്ത് വെക്കണം. ഡിറ്റർമിനൻ്റ് 1 ആണ്. ഇനി അഡ്ജോയിൻ്റ് ആണ് എഴുതാൻ പോകുന്നത്. അഡ്ജോയിൻ്റ് ആ കോഫാക്ടർ മെട്രിക്സ് തന്നെ കിട്ടിയത്. അതിനെ ട്രാൻസ്പോസ് ചെയ്ത് എഴുതിയാൽ, എന്നാൽ റോനെ കോളാക്കി എഴുതിയാലും ഇത് തന്നെയാണ് കിട്ടുക. അഡ്ജോയിൻ്റ് ഓഫ് എ. ദെൻ നമുക്കിനി കിട്ടേണ്ടത് ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എന്നാണ് വരിക. എന്താണ് അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ്? നമ്മൾ എങ്ങനെയാണ് അഡ്ജോയിൻ്റ് എ ഇവിടെ ഉണ്ട്, ഡിറ്റർമിനൻ്റ് നേരത്തെ കിട്ടിയുണ്ട്. അത് ഇവിടെ എടുത്ത് എഴുതിയാൽ ഇങ്ങനെ ഉണ്ടാവും. -1 0 0 കോസ് മൈനസ് ആൽഫ മൈനസ് സൈൻ ആൽഫ 0 മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്നുള്ളൊരു ഡിവൈഡ് ബൈ -1 വരും. ഇനി ഇത് ഓരോന്നിനെയും മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും? -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം മുകളിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. മൈനസൊക്കെ ചിഹ്നം മാറ്റി ചെയ്താൽ മതി. മൈനസിൻ്റെ പ്ലസ് ആവും. അപ്പോൾ എന്തായി വരിക? +1 0 0 0 പ്ലസ് കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ 0 പ്ലസ് സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ആണ്. അറ്റ് ഈസ് എ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ കിട്ടിയ അതേ മെട്രിക്സ് തന്നെയാണ് ഇപ്പം തന്നിരിക്കുന്ന എ തന്നെയാണ് ഇതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഈക്വൽ ടു എ എന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള പരീക്ഷയ്ക്ക് വരാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ചെയ്ത് പഠിച്ചോളണം. അപ്പം ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ചെയ്തിരിക്കുന്ന ഒന്നുമില്ല. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു, അഡ്ജോയിൻ്റ് കണ്ടു, എന്നിട്ട് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊരു എളുപ്പമുള്ള മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഞാൻ ഇതിനെടുക്കാൻ കാരണം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോബ്ലം. ഫോർ ദ മെട്രിക്സ് എ is equal to 3 2 1 1 find the numbers a and b such that a square plus aa plus bi is equal to 0. ഇതാവുന്ന രീതിയിൽ എയും ബിയും കാണണം. അപ്പോൾ നമ്മളെങ്ങനെ കാണും? അത് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ശരിക്കും മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എങ്കിലും ഒന്ന് നോക്കിക്കോളാം. എ സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ കാണുകയാണ്. 3 × 3 2 × 1 3 × 2 2 × 1 ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്കിത് കിട്ടും. 9 + 2 6 + 2 3 + 1 2 + 1 ദാറ്റ് ഈസ് 11 8 4 3 എന്ന് വരും. എങ്ങനെ കിട്ടുന്നത് മനസ്സിലാക്കണം. 3 × 3 2 × 1 2 3 × 2 + 2 × 1 2 then 1 × 3 + 1 × 1 1 × 2 + 1 × 1 സിംപ്ലിഫൈ ചെയ്താൽ 11 8 4 3 എന്ന് വരും. ദാറ്റ് ഈസ് എ സ്ക്വയർ. ദെൻ എ സ്ക്വയർ പ്ലസ് എ എ പ്ലസ് ബി ഐ ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഇതിൽ എഴുതിയാൽ 11 8 എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ആ മെട്രിക്സ് എടുത്ത് ചെയ്താൽ ബി ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. എനെ അകത്തേക്ക് എടുക്കുക, ബീനെ അകത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. 3 × എ പ്ലസ് 2 × എ അല്ല 3 × എ 2 × എ എ എന്ന് വരും. ബി 0 0 ബി ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് തേർഡ് ചെയ്താൽ എന്ത് വരിക? 11 + 3a + b എന്ന് വരും. ഇവിടെ എന്ത് വരും? 8 + 2a + 0 എന്ന് വരും. ഇവിടെ എന്ത് വരും? 4 + a + 0 എന്ന് വരും. ഇവിടെ എന്ത് വരും? 3 + a + b എന്ന് വരും. അതാണ് നമുക്കിവിടെ കിട്ടിയത്. 3 + a + b ഈസ് ഈക്വൽ ടു 0. ഇതിൽ ഓരോന്നും 0ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം ഇതിന് എളുപ്പത്തിൽ എൻ്റെ വില ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. 4 + a = 0 എടുത്താൽ എയുടെ വില കിട്ടും. ഇത് 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ ബിയുടെ വില നമുക്ക് ഇവിടെ നിന്നും കിട്ടും.
എയുടെ വില ഇവിടെ കൊടുത്താൽ ബിയുടെ വില കിട്ടുകയും ചെയ്യും. അപ്പോൾ നോക്കുക എങ്ങനെ കിട്ടുകയെന്ന്. 4 + a = 0, a = -4, 3 + a + b = 0. അതായത് ഇതിനെ ബി 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ഇനി എയുടെ വില -4 എന്ന് കൊടുത്ത് അപ്പോൾ 3 + -4 + b = 0, -1 + b = 0, b = 1 എന്ന് വന്നു. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് a = 2 1 1 2 1 1 1 2 എന്നാണ്. ആറാമത്തെ പ്രോബ്ലമാണ്. ഇനി ഇതുപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന വെരിഫിക്കേഷൻ ചെയ്യാം. a³ - 6a² + 9a - 4i = 0. ഇവിടെ മെട്രിക്സ് ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ഇതിനാണ് മെട്രിക്സ് ഇക്വേഷൻ വിളിക്കുന്നത്. നേരത്തെ തന്നിരിക്കുന്ന അതേ മെട്രിക്സ് ഇക്വേഷൻ അല്ല ഇവിടെ ഉള്ളത്, വേറൊരു വാല്യൂസാണ് ഇവിടെ ഉണ്ടാവും. എന്തായാലും ഇതൊരു ഇക്വേഷനാണ്, ഇതിനെ മെട്രിക്സ് ഇക്വേഷൻ എന്നാണ് വിളിക്കുക. ഇതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ക് പകരം മെട്രിക്സ് കൊടുക്കണം എന്ന് മാത്രം. ഈ ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി എടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ എന്നുള്ളത് എന്തായിരിക്കും? 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് എ ഇൻവേഴ്സ് കാണാം. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് എ ഇൻവേഴ്സ് കാണാം. ഇതാണ് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാനുള്ളത്. അപ്പോൾ a³ ആദ്യം കാണണം നമ്മളിവിടെ. അപ്പോൾ a³ കാണാൻ എന്താണ്? ആദ്യം a² കാണണം. a² കണ്ടാലേ a³ കിട്ടുള്ളൂ. അപ്പം എ അറിയാം, അതുകൊണ്ട് a² കാണാൻ a × a എന്നെടുത്താൽ മതി. a × a ആണ്. a എന്നുള്ള മെട്രിക്സ് × a എന്നുള്ള മെട്രിക്സ്. ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഇങ്ങനെ 7 എന്നുള്ള രീതിയിൽ 2 × 2 + 1 × 1 + 1 എന്ന് വരും ഒന്നാമത്തത്. അപ്പോൾ എന്ത് വരും നോക്കുക? 4 + 1 + 1, 2 + 2 + 1, 2 + 1 + 2, 2 + 2 + 1. ഓരോന്നും എങ്ങനെ കിട്ടും നിങ്ങൾക്കറിയാം. 7 എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓരോന്ന് 7 എടുക്കുക. അങ്ങനെ അപ്പോൾ 9 എണ്ണം കിട്ടും. 1 2 3 4 5 6 7 9. ഈ 9 എണ്ണത്തിനെയും സിംപ്ലിഫൈ ചെയ്താൽ ഇതാണ് കിട്ടുക. 6 5 5 5 5 6 5 5 5 5 എന്ന് വരും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് a³ കാണണം. a³ കാണുക എന്ന് പറഞ്ഞാൽ a² × a ആണത്. a² എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്, a എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയതോ. അപ്പോൾ ഇങ്ങനെ എഴുതും നമ്മൾ. a² എഴുതി, a എഴുതി. ഇനി ഇതിനെ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തപോലെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 6 5 5 2 1 1, 6 this one, then this one. ഇങ്ങനെ 9 എണ്ണം നമുക്ക് കിട്ടും. 9 എണ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുക. 9 എണ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുക. ദാറ്റ് ഈസ് 12 + 5 + 5, 6 + 10 + 5, 6 + 5 + 10, ഇങ്ങനെ 9 എണ്ണം കിട്ടും. ഈ 9 എണ്ണം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 22 21 21 21 22 21 21 21 22 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ആ ഇക്വേഷനിൽ കൊടുക്കുക. a³ - 6a² + 9a - 4i = എന്താണ് കിട്ടുക നോക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു a³ നമ്മൾ എഴുതി, -6 × a² എഴുതി, +9 × a എഴുതി, -4 × i എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യണം. അതിന് 6-നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, 9-നകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, 4-നകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സ്റ്റെപ്പ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് എഴുതി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതായിരുന്നു കിട്ടുന്നത്. ഇനി 9 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇത് വരും, ദെൻ 4 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇതും വരും. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വരുന്നത്? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22 - 36 + 18 - 4. ഇനി നമുക്ക് ഏറ്റവും എളുപ്പം പ്ലസ് ഉള്ള അങ്ങ് ആഡ് ചെയ്യാം. അതൊക്കെ 22 18 39 40 36 4 40 മൈനസുള്ള ഒരുമിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ 40 - 40 എന്ന് വരും. അതുപോലെ 21 - 21 9 കൂട്ടുക, 30 - 0 0. അപ്പോൾ 30 30 - 30 30 - 30 ഇങ്ങനെ വരും. 40 - 40. ഇവിടെ നോക്കുക 22 18 വീണ്ടും 40ആയി, ദെൻ 36 4 40ആയി, 40 - 40ആയി, ബാക്കിയൊക്കെ 30 - 30 എന്ന് കിട്ടും. ഇതെന്താ സംഭവം? ഇസനെ നൾ മാട്രിക്സ് 0 0 0. അപ്പം നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 0 എന്ന് വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഐ ഉൾപ്പെടുന്ന മൊത്തം മറുവശത്തേക്ക് മാറ്റി വെക്കുക, 4i എന്ന് വയ്ക്കുക. ബാക്കിയെല്ലാം ഈ വശത്ത് തന്നെ വെക്കുക. അതായത് ഇങ്ങനെ മാറ്റി എഴുതാന്നർത്ഥം. a³ - 6a² + 9a = 4i എന്ന് വന്നു. ഇനി നമുക്ക് ഇതിൽ നിന്നും a ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ എന്താ ചെയ്യുന്ന മെത്തേഡ്? നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിരുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്നതാണ്. a ഇൻവേഴ്സ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. ഈ പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാമെന്നറിയാം. അതായത് ഇതിൻ്റെ വലത് വശത്തിട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ എന്താ വരിക? ഇങ്ങനെ എഴുതും നമ്മൾ.
എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഇൻവേഴ്സ്. എ ക്യൂബ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ത് വരും? എ സ്ക്വയർ എന്ന് വരും. മറ്റേതെന്ത് വരും? എ എന്ന് വരും. മറ്റേതെന്ത് വരും? ഐ എന്ന് വരും. 4a ഇൻവേഴ്സ് എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എ സ്ക്വയറും എയും ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്താ വരിക? 6 5 5 5 6 5 5 5 6 എന്ന് വരും. -6 ഇൻറ്റു എ ദാറ്റ് ഈസ് 1 2 1 1 1 2 1 1 1 2 എന്ന് വരും. 9 ഇൻറ്റു 1 0 0 0 1 0 എന്ന് വരും. ദാറ്റ് ഈസ് 4a ഇൻവേഴ്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -12 6 6 6 12 6 6 6 12 എന്ന് വരും. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4a ഇൻവേഴ്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 6 -12 -6 എന്ന് വരും. +9 എടുത്താൽ 3 ആയി. അപ്പോൾ എന്താ വരുന്നത്? 15 -12 5 -6 5 -6 ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരും. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 3 -1 -1 -1 3 -1 -1 -1 3 ഈസ് ഈക്വൽ ടു 4 ഇൻവേഴ്സ് എന്ന് കിട്ടി. ദെർഫോർ എ ഇൻവേഴ്സ് എന്തായിരിക്കും? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ ഇങ്ങോട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഈ മെട്രിക്സ് ഡിവൈഡ് ബൈ 4 എന്ന് വന്നു. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് എന്നുള്ള മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഇത്രയാണ്. 6 പ്രോബ്ലംസാണ് ഞാൻ ക്ലാസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. 6 ടൈപ്പുള്ള പ്രോബ്ലംസാണ്. നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് ഈ ടൈപ്പുള്ള പ്രോബ്ലംസും കൂടി ഞാൻ ഇന്ന് അസൈൻമെൻ്റ് ആയി തന്നെ ഓരോ ടൈപ്പും ഉണ്ട്. അപ്പം ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ് മെട്രിസസ് എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള മെട്രിക്സ് എന്നുണ്ട്, കണ്ടുപിടിക്കുക. എ എന്നുള്ളൊരു മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും തന്നിട്ടുണ്ട്. ഇനി അത് ഉപയോഗിച്ചിട്ട് വെരിഫൈ ചെയ്യണം. ഇത് നമ്മൾ ഇന്ന് ചെയ്ത ടൈപ്പുള്ള പ്രോബ്ലമാണ്. ഇനി മൂന്നാമത്തത് എ തന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രോബ്ലം ടൈപ്പുള്ളതാണ്. അതിൽ നിന്ന് എ ഇൻവേഴ്സ് കാണണം. അതിൻ്റെ സ്റ്റെപ്സുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ മെട്രിക്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഡിറ്റർമിനൻ്റ് എ, നാലാമത്തെ ചോദ്യം. എയുടെ വാല്യൂ 4 ആണെങ്കിൽ എ ഈസ് എ 3/3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എൻ്റെ ഫോമുല നിങ്ങൾക്കറിയാം. ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ റീസ് ടു n-1 എന്നുള്ള ഫോമുലുണ്ട്. n-1 എന്ന് പറഞ്ഞാൽ 3-1 ആയിരിക്കും ഇവിടെ. അത് കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. If A is a inverted square matrix of order 2, then what is A into A inverse? A into A inverse എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു I ആയിരിക്കും നിങ്ങൾക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്തായിരിക്കുന്നു ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? 2 ഭാഗത്തും ഡിറ്റർമിനൻ്റ് എടുക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദെർഫോർ ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് ആയിരിക്കും നിങ്ങളുടെ ആൻസർ. അപ്പം ഈ അസൈൻമെൻറ്റിൻ്റെ ആൻസറൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക. നിങ്ങൾ ഓരോ പ്രോബ്ലം വീണ്ടും ഒന്നും കൂടി നോക്കിയതിന് ശേഷം പ്രോബ്ലം ഞാൻ തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് പ്രോബ്ലം ഉടനെ തന്നെ ചെയ്തു നോക്കണം. എങ്കിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് ചെയ്തതിന് ശേഷം അസൈൻമെൻറ്റ് നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടണം. ഓക്കെ, ഇത് ഇത്രയും കേട്ടിരുന്നതിൽ നന്ദി. നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.